Hello. Welcome to Market Discussion of the Day. Today, July 6, 2026, മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് വീക്കെൻഡിൽ ഒരുപാട് പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് ദ മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ US ഇൻഡിപെൻഡൻസ് ഡേ അനുബന്ധിച്ചിട്ടുള്ള സ്പീച്ചുകളായിരുന്നു. സോ പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രസിഡന്റ് ട്രംപ്, അതായത് 250 അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ ആനിവേഴ്സറി ഇതിൽ പുള്ളിക്കാരൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് മിക്സ്ഡ് മിലിറ്ററി സ്ട്രെങ്ത്തിനെ കുറിച്ചും ഡൊമസ്റ്റിക് പ്രൈഡിനെ കുറിച്ചും എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും ഒക്കെയാണ് പുള്ളിക്കാരൻ വന്നതിന് ശേഷമുള്ള. അതേപോലെ തന്നെ ഇതൊരു വലിയൊരു സർപ്രൈസ് അല്ലാത്തൊരു കാര്യമായതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇറാൻ സുപ്രീം ലീഡർ അലി ഖമനായി എന്ന് പറയുന്ന സുപ്രീം ലീഡർ, നമ്മൾ US-ഉം ഇറാനും തമ്മിലുള്ള വാറിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ മരണപ്പെട്ട ഇറാൻ്റെ സുപ്രീം ലീഡറിൻ്റെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുകയായിരുന്നു. സോ അവിടെ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഇനി മുതൽ പുതിയ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പുതിയ ഷിപ്പുകൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിലൂടെ പാസ്സാവുന്ന ഷിപ്പുകൾക്ക് ഒരു സർവീസ് ചാർജ്. ഓക്കെ, സോ ഇത് ബേസിക്കലി സ്ട്രെയിറ്റ് ആയിട്ട് ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ന്യൂസ് കൂടെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അതിലും വലിയൊരു കാര്യം നടന്നത്, റഷ്യ ഉക്രൈൻ്റെ തലസ്ഥാനമായിട്ടുള്ള കീവിൽ അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉക്രൈൻ ഒരു ഡ്രോൺ അറ്റാക്ക് റഷ്യയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് പൊളിറ്റിക്കലി നടന്നിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ എന്താ പറയുക, നമ്മൾ ഇത് എങ്ങനെ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ അനുമാനം ഇപ്പോൾ ഈ ബേസിക്കലി നമ്മുടെ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മുടെ എന്താ പറയുക, ഈ പറയുന്ന സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ ഉള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിന് പോകുന്നതിന് മുന്നേയായിട്ട് നമുക്ക് ഈ ആഴ്ചത്തെ ന്യൂസുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഇന്ന് നമുക്ക് ISM സർവീസ് PMAയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നാളെ വൈകുന്നേരം 4 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ട്. അത് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, സോ അതേപോലെ തന്നെ ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസുണ്ട്. ഇത് രണ്ടുമാണ് മേജറായിട്ടുള്ള ന്യൂസുകൾ. പിന്നെ മറ്റന്നാൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ FOMC മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട്. രാത്രി 11:30 മണിക്കാണ്. മറ്റന്നാൾ ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട് 6 മണിക്ക് മുന്നേ ആയിട്ട് ട്രേഡിനകത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും സുരക്ഷിതം. ഓക്കെ, ജൂലൈ 9 നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നുമില്ല. വ്യാഴാഴ്ച അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് എല്ലാ വ്യാഴാഴ്ച വരുന്ന ന്യൂസ് ഉണ്ട്. ഓക്കെ, FOMC മെമ്പറിൻ്റെ സ്പീച്ച് ഉണ്ട്. എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്. ഓക്കെ, വെള്ളിയാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. സോ വീക്ക് മൊത്തത്തിൽ നമുക്ക് കലണ്ടർ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. നമുക്കൊരു ടെക്നിക്കൽ വീക്കായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യാം നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസുകൾ നോക്കും. ബട്ട് ഡെഫിനറ്റ്ലി പൊളിറ്റിക്കൽ സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരങ്ങൾ ഉണ്ടായാൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. സോ നമുക്ക് കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. നിങ്ങളുടെ ചാർട്ട് നോക്കുക. കറൻ്റ്ലി ഗോൾഡിൻ്റെ പ്രൈസ് 4152 സോ ഈ ഒരു പ്രൈസിൽ നിന്ന് വാങ്ങുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസാണിത്. സോ ഈ ഒരു പ്രൈസിനകത്ത് നിന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു പ്രൈസിൻ്റെ അവിടെ ഹോൾഡ് ചെയ്യണം അല്ലേ. സോ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, ഇവിടെ പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് എങ്കിൽ, അതായത് 11:30 മണിക്കുള്ളൊരു ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിട്ട് 11:30 മണിക്കുള്ള ക്യാൻഡിലും ഈ ഒരു 4150 മുകളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിച്ച് അവിടെ നിന്നൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, 4150 മുകളിലായിട്ട് ബൈ ചെയ്യുന്ന ആൾക്കാർ 4140 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇട്ട് പോവുകയും ചെയ്യണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 4175, 85, 90 ആ ലെവലിലൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കാം. പക്ഷേ നിങ്ങളുടെ ഔചിത്യമാണ് ടേക്ക് പ്രോഫിറ്റ് എവിടെ വെക്കണം എന്നുള്ളത്.
ഓക്കെ. സോ ബേസിക് ഞാൻ പറഞ്ഞു വരുന്നത് 11:30 മണിക്കുള്ള ക്യാൻഡിലും 4150 മുകളിലാണ് എങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. നേരെ തിരിച്ച് നമുക്ക് 4190 റേഞ്ചിലോട്ടൊക്കെ സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടും തെറ്റില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ. സോ നേരെ നമ്മൾ നമ്മുടെ GBP USDയിലോട്ട് പോകാം. GBP നമ്മൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് GBPയിലും യൂറോയിലും JPYയിലും കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും പക്കാ രീതിയിൽ വർക്കായിട്ടുമുണ്ട്. ഓക്കെ. സോ GBP ഒക്കെ നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് 1.3200 എന്നൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ, ഒരു ലോട്ടൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരു $1800 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ചെറിയൊരു പ്രോഫിറ്റ് അല്ല. ഓക്കെ. സോ വീണ്ടും നമുക്കിത് റീട്രേസ് ചെയ്ത് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് ഉചിതമായിട്ടുള്ളൊരു കാര്യം. കാരണം വീക്കെൻഡിൽ ഹോൾഡിംഗ് പാടില്ല. ഓക്കെ. മാർക്കറ്റ് വീണ്ടും റീട്രേസ് ചെയ്ത് 1.3300 അവിടെ കിട്ടിയാൽ, ഇപ്പോൾ കറണ്ട് പ്രൈസ് വന്നിട്ട് 1.3337 നിൽക്കുന്നു. ഓക്കെ. 1.3300 അവിടെ കിട്ടിയാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മുടെ GBP USD. ഓക്കെ. നേരെ നമ്മൾ യൂറോ USDയിലോട്ട് പോകാം. 1.1431 നിൽക്കുന്നു മാർക്കറ്റ്. 1.14272 നിൽക്കുന്നു. നമുക്ക് റീട്രേസ് ചെയ്ത് 1.1400 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിൻ്റെ അവിടെ വീണ്ടും കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് പോവാം. നമ്മൾ ടൈറ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. 1.1400 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1380 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ. USD JPY 161.937 നിൽക്കുന്നു. ഇവിടുന്ന് ഒരു സെല്ല് എടുക്കണമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതൊരു തൽക്കാലം ലോങ്ങർ ടേമിൽ എടുക്കുന്ന ആൾക്കാർ 163 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ക്യാപിറ്റലുള്ള ആൾക്കാർക്ക് അവിടെ വെക്കാം. ഓക്കെ. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. 162.60 അവിടെ നിന്നൊക്കെ സെല്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. നമുക്ക് ലോങ്ങർ ടൈം വീണ്ടും നമുക്ക് കിട്ടും. നമുക്ക് ഒരു US മാർക്കറ്റിൽ ഒരു US ഡോളറിൻ്റെ ന്യൂസ് നമുക്ക് അനുകൂലമായിട്ട്, അതായത് US നിന്നൊരു നെഗറ്റീവ് ന്യൂസ് വന്നാൽ പോലും നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ് നമുക്ക് USD JPY ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇൻ്റർവെൻഷനും കൂടെ ഉണ്ടായാൽ, അതായത് നമ്മുടെ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻ്റർവെൻഷൻ, അതായത് അവരുടെ കയ്യിലുള്ള എല്ലാ US ഡോളറും വിറ്റുകൊണ്ട് എന്ത് ചെയ്താൽ ജാപ്പനീസ് യെന്ന് മേടിക്കുന്ന ഒരു പ്രക്രിയയാണത്. ഓക്കെ. സോ ഈ ഒരു കാര്യം നടന്നാലും ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് താഴോട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻ്റർവെൻഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം US ഡോളർ അത്രയും സ്ട്രെങ്തനാണ്. ഈ വർഷം അവസാനിക്കുന്നത് വരെയും US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല എന്ന് തന്നെ കടംപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഡോളേഴ്സ് താൽക്കാലികമായിട്ട് ചെറിയ ന്യൂസ് വരുമ്പോൾ അവർ സ്ട്രെങ്ത് കുറയും എന്നല്ലാതെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇൻ്റർവെൻഷൻ ചെയ്താൽ ഉണ്ടാകില്ല എന്നുള്ളൊരു മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ചിലപ്പം ജാപ്പനീസ് ഗവൺമെൻറ് അത് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. വെറുതെ ഇവിടുന്ന് കണ്ണും പൂട്ടി എടുക്കാതെ കുറച്ചും കൂടെ ഒന്ന് മുകളിലോട്ട് പോയിട്ട് അവിടെ നിന്ന് എടുക്കുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. അവിടെ നിന്ന് എടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ നിങ്ങൾ പുതിയൊരാളാണെങ്കിലും ധൈര്യമായിട്ട് എടുത്തോ, ഒരു കുഴപ്പമില്ല. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. ഓക്കെ. അതേപോലെ GBP USD ആണെങ്കിലും യൂറോ USD ആണെങ്കിലും ഒക്കെ നമുക്ക് ലോങ്ങർ ടേമിൽ 1.1400 അവിടുന്ന് ബൈ ചെയ്ത് പോവാം. GBP വീണ്ടും 1.1300 അവിടുന്ന് വാങ്ങിപ്പോവാം. USD JPY 161.50 162.50 162.80 റേഞ്ചിൽ നിന്നൊക്കെ സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ. നേരെ ഗോൾഡ് നമുക്ക് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി പറയുകയാണെങ്കിൽ 4150 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് പോവാം. ഓക്കെ. 4230 എന്ന് പറയുന്ന ആ ഒരു പ്ലേസാണ് നമുക്കൊരു ഒരു ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ നമുക്കറിയാം ദ ഗോൾഡ് ഈസ് അപ് ട്രെൻഡ് അഗെയിൻ. ഓക്കെ. അതിൻ്റെ താഴെ ആയിടത്തോളം കാലം വി ക്യാൻ എക്സ്പെക്റ്റ് വൺസ് അഗെയിൻ ഒന്നുകൂടെ ഒരു 3980 3930 3880 ലെവലിലോട്ടൊക്കെ നമുക്ക് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ സിഗ്നൽ ഗ്രൂപ്പ് ഓൺ ആയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ഓക്കെ. ബേസിക്കലി നമ്മുടെ ബ്രോക്കറുമായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു സിഗ്നൽ ഗ്രൂപ്പിലോട്ടുള്ള എൻട്രി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.